പാത്തുവോ പാത്തുവോ ഇവളിത് എവിടെ പോയി കിടക്കുകയാണ്? പാത്തുവോ ഡേ എവിടെയാണ് ഇവള് പോയി അല്ല പാത്തോ ഇവിടെ എന്തെങ്കിലും വിഷമിച്ച് കുത്തിരിക്കണത്? അനക്കൊന്നും മുടിക്കൂടെ? 3-4 ദിവസമായി നമ്മൾ ശ്രദ്ധിക്കുന്നു. അളന്ന് മുറിച്ചതുപോലുള്ള ഭർത്താനോ അന്റെ വായിൽ നാവൊക്കെ എടപ്പോയി? ഞാനിനി അധികമൊന്നും മിണ്ടൂല മുസ്കായി. അല്ല അന്റെ വായിലെ നാവിന് നീളം കൂടുതലാണ്, ഇജ്ജ് കുറച്ച് ഓവറാണെന്നൊക്കെ പറയുന്നോണ്ടാ? അതൊക്കെ തമാശ പറയണല്ലോ പാത്തുവോ. അതുകൊണ്ടല്ല മുസ്കായി, നമ്മക്ക് ഈ ജീവിതം മടുത്ത്. 10-18 വയസ്സെല്ലാം ആയിട്ടുള്ളൂ, ജീവിതം ഇനിയും കിടക്കുക. ഇങ്ങനെ വെറുതെ ജീവിച്ചിട്ട് എന്ത് കിട്ടാനാ? അല്ല അന്റെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് വെച്ചാ തെളിച്ചു പറ. മനസ്സിൽ മുഴുവൻ ഇരുട്ടാണ് മുസ്കായി. കട്ട പിടിച്ചത് കടവാതിലുകൾ പറക്കുന്ന കൂരിയിരുട്ട്. ഇരുട്ട് നിറഞ്ഞ ഒരു പൊട്ടക്കിണറ്റിൽ വീണ് കിടക്കുന്നോണാണ് ഇപ്പൊ എന്റെ അവസ്ഥ. അന്നേതെങ്കിലും ഡോക്ടറെ കാണിക്കേണ്ടി വരുമെന്നാണ് നമ്മുടെ ബലമായ സംശയം. എനിക്ക് ബലമായ സംശയം ഉമ്മച്ചിക്ക് വിഷാദ രോഗാണെന്നാ. ഡിപ്രഷൻ. അത് വന്നാ എങ്ങനെയാ മോളെ? അത് വന്നാ വലിയ പ്രശ്നം ഒപ്പിച്ചേ. ഒന്നിനും താല്പര്യമില്ലാത്ത അവസ്ഥ, വല്ലാത്ത ക്ഷീണം, ഉറക്കക്കുറവ്, നിരാശ ഒക്കെ അതിന്റെ ലക്ഷണങ്ങളാ. ആത്മഹത്യ ചെയ്യാൻ വരെ നോക്കിന്ന് വരും. അല്ലോ അങ്ങനത്തെ കടന്ന കൈയൊന്നും ചെയ്യല്ലോ പാത്തു. അങ്ങനെ ഞാൻ പോയാല് നിങ്ങള് രക്ഷപ്പെടൂല മുസ്കായി. ശല്യല്ലാണ്ട് സ്വൈര്യായിട്ട് ജീവിച്ചൂടെ? ഇങ്ങോട്ടോക്ക് അനക്കെന്താ മാണ്ടിച്ച പറഞ്ഞു. അങ്ങനത്തെ ഒന്നും ചെയ്യരുത്. ഞാനൊക്കെ പണ്ടേ ആലോചിച്ചതാ, പക്ഷെ നമ്മളത് ചെയ്യൂല. അങ്ങനെ ചെയ്താല് നരകത്തിന്റെ താഴെ കെടുക്കേണ്ടി വരും. അതറിയാന്നതിനെ കൊണ്ട് നമ്മളത് ചെയ്യൂല. എന്നാൽ അനക്ക് ഈ മൂടിക്കെട്ടിയ മുഖമായിട്ടുള്ള ഇരുത്തണ്ട അവസാനിപ്പിച്ചൂടെ? എന്ത് ചോദിച്ചാലും ഉത്തരമില്ല. വീട്ടമ്മമാരിൽ വിഷാദ രോഗം കൂടിയിരിക്കുകയാണെന്ന് ഞാൻ ഇന്നലെ വായിച്ചു. ഉമ്മച്ചിക്കും ഡിപ്രഷൻ തന്നെയാണെന്നാ എനിക്ക് തോന്നുന്നേ. എന്നാ പിന്നെ ഡോക്ടറെ കാണിക്കല്ലേ? നമ്മളെ മോമോ ഡോക്ടറെ കാണിച്ചാലോ? പനി ചൊമയും നോക്കുന്ന ഡോക്ടറെയാണോ ഈ സൂക്കറിനെ കാണിക്കുക? ഈയൊരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം. എനിക്ക് മെന്റലാണെന്നാണോ ഈ പറഞ്ഞു വരുന്നേ? മനസ്സാർക്കും മനസ്സിലാവൂല. സങ്കടം കണ്ടിട്ട് മോള് പറയാ എനിക്ക് ഭ്രാന്താണ്. ഇതും കൂടി കേട്ടിട്ട് നമ്മൾ എന്തിനാണ് ദുനിയാവിൽ അധികം പറ്റായിട്ട് ജീവിക്കണേ? പഠിച്ചോനെ എനിക്ക് എന്നെ തിരിച്ചു വിളിച്ചൂടെ? അല്ല മോളെ, പാത്തൂന് ഈ വിഷാദ രോഗം വരാൻ എന്താ കാരണം? കാരണം എന്തോ ആവാം. ഹോർമോൺ ബാലൻസ് ഇല്ലാത്തോണ്ടാവാം, തൈറോയ്ഡ് പ്രശ്നം കൊണ്ടാവാം, പിന്നെ ഒറ്റപ്പെടുന്നത് കൊണ്ടും ആവാം. അല്ല ഉമ്മച്ചിന്റെ കാര്യത്തിൽ ഇത് എങ്ങനെ വന്നു ഡോക്ടറിനോട് തന്നെ ചോദിക്കേണ്ടി വരും. അപ്പൊ ഇതിന് മരുന്നൊന്നുമില്ല മോളെ? ആ ആന്റി ഡിപ്രസന്റ് മരുന്നുണ്ട്, എന്റെ ക്ലാസ്സിൽ ഒരു കുട്ടി കഴിക്കുന്നുണ്ട്. ഇതിങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റൂല റസിയ. ഈ ഉമ്മാക്ക് നല്ലൊരു ഡ്രസ് എടുത്തിട്ട് കൊടുക്ക്, നമുക്ക് ഇപ്പൊ തന്നെ ഡോക്ടറെ കാണാൻ പോവാ. ഏത് സൈക്കാട്രിസ്റ്റിനെ കാണിക്കേണ്ടതെന്ന് ഞാൻ മാമനോടൊന്ന് വിളിച്ചു നോക്കിയാ. വാ അമ്മച്ചിയെ. ഞാൻ എങ്ങോട്ടുമില്ല, ഞാൻ ഇരുട്ട് കുറച്ചു നേരം ഒറ്റയ്ക്ക് ഇരിക്കട്ടെ. ഇത് ഇരുട്ടല്ല പാത്തു, നല്ല വെയിലുള്ള പട്ടാ പകലാണ്. പഠിച്ചോനെ രാവും പകലും തിരിച്ചറിയാൻ പറ്റണ്ടായിക്കണല്ലോ ഇവൾക്ക്. ആകാശക്കേറ് കാണാത്ത ആയക്കിണറ്റിലാണ് മുസക്കായി ഞാന്. വെളിച്ചത്തിന്റെ ഒരു തരി പോലും ഇല്ലാത്ത ഇരുട്ട് എന്നെ വന്ന് മൂടുന്നു. പെരാന്ത് പറയണ്ടെന്ന് എനിക്കുണ്ടോ ഉമ്മ? പാത്തുവിനെ പെരാൻ തന്നിട്ട് ചികിത്സിക്കാൻ പോയി പറഞ്ഞാൽ മോശമല്ലേ മോളെ? അതിന് കയ്യോ കാലം മുറിഞ്ഞാലും ഡോക്ടറെ കാണിക്കണം. അതുപോലെ തന്നെ മനസ്സിന് മുറിവേറ്റാലും അപ്പൊ മനസ്സിന് ഡോക്ടറെ തന്നെ കാണിക്കണം. അതിന് മാനക്കേടൊന്നും വിചാരിക്കണ്ട. വല്ലാത്ത കഷ്ടപ്പേ മൂസ അതിന്റെ കെട്ടുകളുടെ കാര്യം. ഈ മനസ്സ് എന്ന് പറയുന്ന സാധനം ഒരു നൂൽപാലത്തുകളിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഒന്ന് ബാലൻസ് തെറ്റാൽ മതി, പാത്തുമാനെ പോലെ സമനില തെറ്റാൻ. അതിനൊക്കെ സമനില തെറ്റിയിട്ടൊന്നുമില്ല. സമനില തെറ്റാണ്ടാണോ മൂസോളെ കൊണ്ട് സൈക്കാട്രിസ്റ്റിനെ കാണിച്ചത്? അല്ല നിങ്ങളോട് ആരെയാ പറഞ്ഞു? ആര് പറഞ്ഞാലും സംഗതി സത്യല്ലേ അല്ലെന്ന് പറയാൻ പറ്റുമോ? പഠിച്ചോൻ എല്ലാരും ഇപ്പൊ അറിഞ്ഞു. ആരപ്പത് പുറത്തു വിട്ട് നമ്മളാരും പറഞ്ഞില്ലല്ലോ. ആ മൂസ, പാത്തൂന് ഇപ്പൊ എങ്ങനെയുണ്ട്? അലോപ്പതി മരുന്ന് വേണ്ടാന്ന് എന്റെ അഭിപ്രായം. നെറ്റിയിൽ ധാര ഒഴിച്ചു നെല്ലിക്കാത്തളം വെച്ചൊക്കെ ഉള്ള ആയുർവേദ ചികിത്സയാ നല്ലത്. ഇംഗ്ലീഷ് മരുന്ന് എന്താ ചെയ്യുന്നത്? പാത്തുവിന്റെ മനസ്സിന് ഉറക്കി കിടത്തു. അതന്നെ. ദേഹോപദ്രവൊന്നുമില്ലല്ലോ. ഇതങ്ങനെ മൂർച്ഛിച്ച ഭ്രാന്തൊന്നുമല്ല, മനോരോഗത്തിന്റെ ഒരു വകഭേദം. ഏതു നേരവും ഇരുട്ടത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്ക, ഒറ്റ ഇരിപ്പാ, ആരോടും മിണ്ടൂല.
ഓളൊന്ന് ചിരിച്ചിട്ട് എത്ര ദിവസമായി നിറങ്ങക്ക്? ഇന്റെ മൂസ പാത്തുമ്മേന്റെ വിഷാദത്തിന്റെ കാരണവും അത് തന്നെയാ. നിങ്ങളെ വീട്ടിൽ ചിരിയില്ല. ചിരിയില്ലാത്ത വീട് ഒരു വീടാണോ? അതൊരു കൂടാണ്. അസംതൃപ്തരായ മനുഷ്യജീവികൾ തിങ്ങിപ്പാർക്കുന്ന കൂട്. ഓള സൂക്കേട് മറ്റൊറ്റ വിദ്യാളു ഓളാവുന്നത്ര ചിരിപ്പിക്കുക. എങ്ങനെ ചിരിപ്പിക്കാനാണ് ഇക്കിളിയാക്കി? പാത്തുമ്മയോട് ചിരി ക്ലബിൽ ചേരാൻ പറയൂ. അപ്പൊ പതുക്കെ സൂക്കേട് മാറും. ചിരി സർവരോഗ സംഹാരി ഒരു മരുന്നാണ്. അതാ നല്ലത്. പാത്തുമ്മ ആർത്ത് ചിരിക്കട്ടെ, അങ്ങനെ മാറുള്ള വിഷാദ രോഗം. ഡോക്ടർ പറഞ്ഞത് ഓളെ എപ്പോഴും സന്തോഷിപ്പിക്കണം എന്നാ, ഒറ്റപ്പെടുത്താണ്ട് നോക്കണം എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ എന്തായാലും ചിരി ക്ലബിൽ അങ്ങോട്ട് ചേർക്കല്ലേ? ചിരിയരങ്ങിൽ വന്ന ഒരു ദിവസം ഇരുന്നാല് മൂസക്കതിന്റെ വ്യത്യാസം മനസ്സിലാവും. അവിടെ ചിരിയോഗയും പരിശീലിപ്പിക്കുന്നുണ്ട്. ചിരിക്കുമ്പോൾ യോഗയും ചെയ്യും. അല്ല, ഈ ചിരി ക്ലബിൽ ചേരാൻ ഫീസ് എത്രയാ? മൂസ തൽക്കാലം ഫീസ് ഒന്നും തരണ്ട. ഒരാളുടെ സൂക്കേട് മാറ്റാനല്ലേ. അതെ, വട്ടുമാറ്റാൻ ഫീസ് വാങ്ങുന്നത് ചിരി ക്ലബിന്റെ ധാർമ്മികക്ക് യോജിക്കുന്ന. അതെ, വട്ട് എന്ന് പറയരുത്. എന്നാ പിന്നെ നാളെ തന്നെ നമ്മൾ ഓളെ ചിരി ക്ലബ് കൊണ്ട് ചേർക്കാം. ഈ കുട്ടികളൊക്കെ നഴ്സറി ചേർക്കും പോലെ. പ്രിയപ്പെട്ട ചിരി ക്ലബ് അംഗങ്ങളെ, ഇന്നത്തെ ചിരി അരങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മനുഷ്യജീവികൾക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് ചിരി. അത് മനസ്സിന് ആനന്ദവും ശരീരത്തിന് ആരോഗ്യവും പ്രദാനം ചെയ്യുന്നു. അതിലുപരി ദീർഘായുസിന് പറ്റിയ മികച്ചൊരു ടോണിക്കാണ് ചിരി എന്ന് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട്. ഒറ്റയ്ക്ക് ചിരിക്കുന്നതിലും നല്ലത് കൂട്ടായി ചിരിക്കുന്നതാണ്. ഒറ്റയ്ക്ക് ചിരിച്ച ഭ്രാന്താണെന്ന് കണ്ടു നിൽക്കുന്നവർ വിചാരിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഒരു ചിരി ക്ലബ് ഉണ്ടാക്കിയിരിക്കുന്നത്. ചിരിയെക്കുറിച്ച് സംസാരിക്കുന്നതിന് ക്ലബിന്റെ പ്രസിഡന്റ് ശ്രീമാൻ അംബുജാഷൻ അവർകളെ ഞാൻ സവിനയം ക്ഷണിച്ചുകൊള്ളു. മാനസിക സംഘർഷം അനുഭവിക്കുന്ന എല്ലാവരും ചിരി ക്ലബിൽ അംഗമാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഹെർണിയ, പൈൽസ് എന്നീ സൂക്കേടുള്ളവർ ഇങ്ങോട്ട് വരേണ്ടതില്ല. തിരക്ക് പിടിച്ച ജീവിതത്തിൽ ചിരിക്കാൻ മറന്നുപോയ എല്ലാവരെയും ഞാൻ ഈ ചിരി ക്ലബിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്നാൽ നമുക്ക് ചിരിച്ചു തുടങ്ങാം. അല്ല, വെറുതെ അങ്ങോട്ട് ചിരിക്കാൻ പറ്റുമോ? എന്തെങ്കിലും തമാശ കേട്ടാലല്ലേ ചിരിക്കുക? എല്ലാരും ചിരിക്കുമ്പോ മൂസക്കും വരില്ലേ താനെ ചിരി? തമാശ കേട്ടാലും ഞമ്മക്ക് ചിരിക്കാൻ പറ്റില്ല. ഹൈറ്റാ മാനസികാവസ്ഥയില നമ്മള്. ആ അവസ്ഥ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഉണ്ട്. എനിക്കൂല്ലേ ടെൻഷൻ? അതൊക്കെ മാറ്റാനല്ലേ നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. 5 രീതിയിലുള്ള ചിരികളാണ് നമ്മളിവിടെ ചിരിക്കാൻ പോകുന്നത്. 1, നോർമൽ ചിരി. 2, പൊട്ടിച്ചിരി. 3, പരുക്കൻ ചിരി. 4, എട്ടിച്ചിരി. 5, ജനറേറ്റഡ് ചിരി. ഇനി എല്ലാവരും ഒന്ന് നോർമലായി ചിരിച്ചേ. ഇനി എല്ലാവരും കൈകൾ ഉയർത്തി പൊട്ടിച്ചിരിച്ചേ. ഇനി വില്ലൻ ചിരി. അതെങ്ങനെ വില്ലൻ ചിരി ചിരിക്കുക? നമ്മൾ സിനിമകളിലൊക്കെ വില്ലന്മാർ ചിരിക്കുന്ന ചിരിയില്ലേ? നായകന്റെ അടി കൊള്ളുന്നതിന് തൊട്ടു മുമ്പ് നമ്മൾ കേൾക്കുന്ന ചിരി. ജോസ് പ്രകാശിന്റെ ചിരിയില്ലേ? അങ്ങനെ ചിരിച്ചാ മതി. ശരി, 1, 2, 3. ഇനി യക്ഷിയുടെ ചിരി. സിനിമയെ കാണുന്ന ചെറിയല്ലേ മാഷേ? യക്ഷികള് ചിരിക്കണ കൊൽച്ചെറി. ഞാൻ കാണിച്ചേരേ. അതെ, ഈ സാധാരണ ചിരിക്കുമ്പോൾ ചിരിച്ചാ മതി. അതല്ല, നമ്മൾ കാണിച്ചേരാ മാഷേ. ഇനി പാത്തുമ്മ യക്ഷിയുടെ ചിരി ചിരിക്കാൻ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവരും ചിരിക്കണം കേട്ടോ. എല്ലാരും മുന്നോട്ട് ഇങ്ങനെ അയ്യണേ. പെറ്റിലുണ്ട് ഒരു ചുണ്ണാമ്പ് എടുക്കാൻ. ഞമ്മക്കൊന്ന് പേടിച്ചിട്ട് ഉറക്കം വരൂല. ഇനി ജനറേറ്റർ ചിരി. ജനറേറ്റർ പ്രവർത്തിക്കുന്ന ഒച്ച ഉണ്ടാക്കണം. നമുക്ക് ഇഷ്ടപ്പെട്ട്
മാഷേ ഇനിണ്ടല്ലോ നമുക്ക് എല്ലാവർക്കും കൊറേ പുതിയ ചെറി ഉണ്ടാക്കണോ? അല്ലാ കൊറേ ചെറിച്ചപ്പോ നമുക്കൊരു ആശ്വാസം ഉണ്ട്. മരുന്നും കൂടി കുടിച്ചിട്ട് മെമ്പറെ നമുക്ക് ഇത്രക്കും ഒരു ആശ്വാസം കിട്ടിയില്ല. ഇനി ആഴ്ചയിൽ 2 ദിവസം ചിരി ക്ലബിൽ വന്ന് ചിരിച്ചാ മതി. വിഷാദൊക്കെ അതിന്റെ വഴിക്ക് പോയിക്കോളൂ. ചിരിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ സെക്ഷൻ അവസാനിപ്പിക്കാം. അല്ലാ ദാരികതി സുമ്മിയോ അല്ല പാത്തോ, നിനക്ക് സൂക്കേട് കുറവുണ്ടാ? എനിക്കിന്റെ സുഖേടാനുള്ളേ. പഠിച്ചോനെ ഒക്കെ തീരെ മാറിയില്ല എന്നാ തോന്നുന്നത്. ഓള് വെറുതെ ചിരിക്കുന്ന കണ്ട. എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു സുഖേട് സങ്കടേനു. അച്ചടി വാശിയെ പറഞ്ഞ വിഷാദോ. ആ സൂക്കേടിനെ ഞാനിപ്പൊ പായിപ്പിക്ക. ചെറുത്ത് 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 ഈ ഇങ്ങനെ കുറച്ചിരി ചിരിക്കുമ്പോ എനിക്ക് പേടിയാവുന്നു. എന്റെ ഉമ്മച്ചേ, ഇന്നലെ ഞാനൊരു മോളെ കണ്ണടച്ചില്ല. ഉമ്മച്ചിന്റെ കൊലച്ചിരി കേട്ട് പേടിച്ചിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല. കണ്ട പ്രേത സിനിമകൾ മൊത്തം ഓർമ്മ വന്നിട്ടുണ്ട്. അത്രക്ക് ഒറിജിനൽ എന്റെ ചെറി. സത്യം, ഉമ്മച്ചിനെ പ്രേത സിനിമക്കാർ ഡബ് ചെയ്യാനായിട്ടാ വിളിക്കൂ. വല്ലാണ്ട് ചിരിക്കുന്നതേ വട്ടു കൂടിയിട്ടാ. അത് നമുക്ക് അറിഞ്ഞൂടോ. ഉമ്മച്ചിക്ക് വട്ടാന്നരാ പറഞ്ഞേ. എന്നാ പിന്നെ ചിരിക്കുന്നവർക്ക് മൊത്തം വട്ടാക്കിയല്ലോ. ഞാൻ ഇവിടുത്തെ ചെറു ക്ലബിൽ ചേർന്നിക്കണി. ആടെ വ്യായാമം പോലെ ചെറുക്കിണ പരിപാടി ഉണ്ട് ആഴ്ചയിൽ 2 ദിവസവും. അതുകൊണ്ടാണ് ഉമ്മച്ചിനെ എപ്പോ ചിരിച്ചെന്നെ കാണുന്നത്. എന്നാ ഞാൻ വിചാരിച്ചതേ വട്ടു കൂടിയിട്ടാ. ചെറു ക്ലബിന്റെ പ്രസിഡന്റ് ആക്കാനുള്ള ഒരു നീക്കവും നടക്കേണ്ടി ഞാൻ സമ്മതിക്കണോ? ഉമ്മച്ചേ, നിങ്ങൾ പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ എന്ത് പണി ആയിക്കോളി. പക്ഷെ പൊരയിൽ വന്നിട്ട് ഇമ്മാരി ചിരിച്ച് മനുഷ്യന്റെ ഉറക്കം കളയരുത് പ്ലീസ്, ദയവേത്. അല്ല അനക്കപ്പ മരുന്നും കുളിക്കൊന്നും വേണ്ടേ? ഒന്നും മാട്ടാ. ഈന് ചെറിയോളം നല്ല ഒരു മരുന്ന് വേറെ ഇല്ല. ചിരിക്കുമ്പോ നമ്മളെ മനസ്സിലേക്ക് വല്ലാത്തൊരു സന്തോഷം വന്ന് നിറയും. കഥീസുമയൊന്ന് ചെറുച്ചു നോക്കി. ചെറുക്കി ചെറുക്കി തമാശ പറയാതെ എങ്ങനെ ചിരിക്കാനാണ്? എപ്പോഴും ചിരിക്കാത്ത, ആവശ്യമില്ലാത്ത ഗൗരവം മുഖത്ത് കാണിക്കുന്ന ഞാനും മെമ്പറുമൊക്കെ ഈ ചിരി ക്ലബിന്റെ ഭാരവാഹികളായിരിക്കാൻ യോഗ്യരല്ല എന്ന് ചില അംഗങ്ങൾക്ക് പരാതിയുണ്ട്. എപ്പോഴും ചിരിക്കുന്ന, നമ്മുടെ കുടുകുട ചിരിപ്പിക്കുന്ന പാത്തുമ്മയെ പ്രസിഡന്റായി നിയമിക്കണമെന്ന് ചില അംഗങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ആവശ്യം ഞങ്ങൾ അംഗീകരിക്കുന്നു. എല്ലാവർക്കും സമ്മതാണെങ്കിൽ നമുക്കിത് കൈയടിച്ച് പാസ്സാക്കാം. യോഗ നടപടികൾ നിയന്ത്രിക്കാൻ നമ്മുടെ പുതിയ പ്രസിഡന്റ് പാത്തുമയെ ക്ഷണിച്ചുകൊള്ളു. പ്രിയപ്പെട്ട ചെറിക്കൂട്ടുകാരെ, ചെറുക്കാൻ മറന്നുപോയ ആൾക്കാരാണ് നമ്മളെല്ലാവരും. നിങ്ങളെ ചെറുപ്പിക്കാനോ ഉള്ള തുറന്ന് ചെറുക്കാനോ എനിക്ക് നല്ല താല്പര്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ പദവി സന്തോഷത്തോടെ ഏറ്റെടുക്കണേ. അതിനെടുക്ക് ഒരു ദുഃഖവാർത്ത ഉണ്ട്. അത് നമ്മൾ നിങ്ങളോട് പങ്കുവെക്കാണ്. അത് പ്രസിഡന്റ് നമ്മളാണ് ഏൽപ്പിച്ചത്. നമ്മള് ചിരി ക്ലബിൽ പതിവായിട്ട് വന്ന തെക്കേ മഠത്തിൽ ഗോയിന്നേട്ട് ഇന്ന് രാവിലെ മയക്കടിച്ച് മരിച്ചു. എന്താ പാത്തു അത്? ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ചിരിക്കുക? എന്താ ചെറുക്കാൻ ഇഷ്ടപ്പെട്ട ആളായിരുന്നു കോയിലേട്ടെ അല്ലേ?
ഞാൻ മരിച്ചാലും നിങ്ങൾ ചെറുക്കേ ചെയ്യാവൂന്ന് കോയിനേട്ടം ഇവിടെയുള്ള പല ആൾക്കാരോടും പറഞ്ഞില്ലേ? ഇവിടെ ചിരിച്ചാ ചിരിച്ചു, മരണ വീട്ടിൽ പോയിട്ട് ചിരിച്ചാലുണ്ടല്ലോ ഈ വിവരം അറിയും. ഗോവിന്ദേട്ടന്റെ മരണത്തിൽ അനുശോചിക്കാൻ വായനശാലയിൽ നമ്മൾ ഒരു യോഗം ചേരുന്നുണ്ട്. ഗോവിന്ദേട്ടന്റെ ആഗ്രഹം പോലെ തന്നെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അനുശോചിക്കാനാണ് നമ്മളെ തീരുമാനം. കൂടെ ചിരിക്കാൻ ഗോവിന്ദേട്ടന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളും ഉണ്ടാവും, പ്രത്യേകിച്ച് മൂപ്പരാളിയെ. നല്ല സ്വത്തുള്ള ആളാണ് മരിച്ചെങ്കിലേ ബന്ധുക്കൾ ഉണ്ടാവും പൊട്ടിച്ചിരിക്കാൻ, അത് ഉറപ്പാ. എന്ത് സങ്കടം വന്നാലും പൊട്ടിച്ചെറിക്കാന്നുള്ളതായിക്കണോ നമ്മളെ മുദ്രാവാക്യം. അപ്പൊ നമ്മൾ ചെറിയിലേക്ക് കടിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കില്ലേ? ഇനി ഞാൻ തന്നെ വികസിപ്പിച്ചെടുത്ത കുറച്ച് ചെറു രീതികളുണ്ട്. ഒന്ന് പറയട്ടെ. ആദ്യത്തെ, ഇത് പെണ്ണുങ്ങളുടെ ഇടയിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേക തരം ചെറിയാണ്. ഓൾക്ക് അങ്ങനെ പുറത്തൊക്കെ ചെറിക്കാൻ പറ്റൂലല്ലോ. അയറ്റാലോ ഒന്ന് അടിക്കി പിടിച്ച ചെറി എന്നാണ് പേര്. രണ്ട് സൈഡിൽക്കും ഫോട്ടോ ഉള്ളിൽക്ക്. ഒന്നും കൂടി 1 2 3. ഇനി ഇതെല്ലാരും പഠിച്ചല്ലോ. ഇനി അമ്ട്ടിച്ചിരി. അമ്ട്ടിങ്ങക്ക് അറിയാലോ ഏത്? മറ്റേ എന്തേതോ അതന്നെ ആദ്യത്തെ. അടുത്തത് മോളെത്തി കഴിഞ്ഞിട്ടേ ചെറുക്കാവൂട്ടോ. നിങ്ങൾ പ്രത്യേകം തെറ്റിക്കുണ്ട്. റെഡി 1 2 3. ഇനി പെട്ടെന്ന് കൂട്ടമെടുക്കട്ടെ. വിനോദ് കോവൂരി ഊപ്പര ജാലിയ കടാരനൊക്കെ നല്ല രസ. പുളു പറയണ കടാര കൊറേ TV പരിപാടിയിലും ഒക്കെ ഉണ്ട്. ഉമ്മച്ചിന്റെ വീഡിയോ ഇന്റർനെറ്റില്. വീഡിയോ ആരഞ്ച വീഡിയോ ഇന്റർനെറ്റിലിട്ട് നമ്മളതിന് മാണ്ടാത്തൊന്നും ചെയ്തില്ലേലും. എന്നിട്ട് എങ്ങനെ നമ്മൾ ഇതിന്റെ അകത്ത് കയറി? റസിയ, നമ്മളെ കുളിമുറിയുടെ വാതിലടിക്കാൻ പറ്റൂല. കുറ്റി ഇനി അങ്ങാനും ആരെങ്കിലും പിടിച്ചിട്ടതാണോന്ന് പറയ റസിയ. ഉമ്മച്ചി അലറി വിളിച്ച ആളെ കൂട്ടല്ലേ? ഉമ്മച്ചി ചിരിക്കുന്ന വീഡിയോ ആണ്. നമ്മൾ ചെറുക്കിയുടെ വീഡിയോ ആരെങ്കിലും എടുത്തിട്ടേ? ചിരി ക്ലബില് ഉമ്മ കുറച്ച് പുതിയ ചിരികൾ പരിചയപ്പെടുത്തിയില്ലേ? സീരിയൽ ചിരികൾ പോലുള്ള ചിരികള്. അതൊക്കെ ആരോ മൊബൈലിൽ റെക്കോർഡ് ചെയ്തിട്ട് ഈ യൂട്യൂബിൽ ഇട്ടാ. ഇതാ നോക്ക്. ഇത് ഞാൻ മാപ്പിൾ പാട്ടിന്റെ രീതിക്ക് ചിരിച്ചതാ. സമാധാനായി. ഇപ്പൊ തന്നെ 10,000 ആൾക്കാർ ഉമ്മച്ചിന്റെ ഈ ചിരി കണ്ടിക്ക്. ആണി അത് നല്ല കാര്യം. 10,000 ആൾക്കാരെ ചെറുപ്പിക്കാൻ നമ്മൾ കൊണ്ട് പറ്റിയില്ലേ? വിഷാദരോഗം വന്ന ആരോടും മിണ്ടാൻ പറ്റാത്ത ഉമ്മച്ചി ഇങ്ങനെ ആളുകളെ ചിരിപ്പിക്കുന്നു ഞാൻ വിചാരിച്ചില്ല. നമ്മളും വിചാരിച്ചില്ല റസിയ. ഇഞ്ചി ജീവിതം മാറ്റി മറിച്ച് ചെറിയ. ഇനി നമ്മൾ ആരെ കരഞ്ഞു കുത്തിരിക്കാൻ സമ്മതിക്കൂല. ആന്നത്ര ആൾക്കാരെ ചെറുപ്പിക്കാൻ നോക്കും. ഉമ്മച്ചി വെറുതെ സംസാരിച്ചാ മതി. മണ്ടത്തരങ്ങൾ കേട്ടോ ആളുകൾ ചിരിച്ചോളൂ. റസിയ, ഈ ഒരു ചെറു ക്ലബിന്റെ പ്രസിഡന്റിനെ കളിയാക്കണേ. ചിരി ക്ലബിന്റെ പ്രസിഡന്റ് ഓളെ ഗോഷ്ടി ക്ലബിന്റെ പ്രസിഡന്റ് ആക്കണോ? കൊരക്കേറ്റ മാരി ഇടുമോ എന്താ? ടോമി ചെറുക്കിയൊരു പ്രത്യേകത. ഒറ്റയ്ക്ക് എന്നെ മണ്ടേ തരുമാർ ഒറ്റയ്ക്ക് എന്നെ ചെറുക്കിയൊഞ്ചമാരി. അല്ലോ ദിന്ദേത്ത ഗോപി മഞ്ജു വാര്യരോ. ആരാപ്പത്? ഡോക്ടറോ? പാത്തു എന്റെ ഡോക്ടർ വന്നിക്കണേ. സുഖല്ലേ? ഓക്കിപ്പോ ഒരു കുഴപ്പമില്ല, ആളു സാറാ. പണ്ടത്തെ പോലത്തെ ആ കോമാളിക്കളിയൊക്കെ തുടങ്ങിക്കണ്. ആ മുണ്ടാണ്ടിരുന്ന ഒരു ഇരിപ്പുണ്ടല്ലോ, ആ ഒന്നുമില്ല ഇപ്പൊ. ഇപ്പൊ ഏത് നേരം ചിരിയും കളിയാ. അതിപ്പോ ഇത്തിരി ഓവറാണോ നമുക്കൊരു സംശയം. ഓ, ഞാൻ ചെറുക്കിണില്ല നിലോളിച്ച് മിണ്ടാണ്ട് കുത്തിരിക്കാണെന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ഡോക്ടറെ കാണിച്ച്? ഇപ്പൊ ചെറുക്കിണതാ കുറ്റം. ഒരുപാട് ചിരിക്കുന്നോണ്ട് അത് ഡോക്ടറെ കാണിക്കണം വിചാരിച്ച് നിക്കേന് ഞമ്മള്. പാത്തുമ്മയ്ക്ക് സുഖാണെന്ന്
യൂട്യൂബിലെ ചിരി കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഞാനിപ്പോ വന്നത് അതിനല്ല. ഏ? ഏ? മനോരോഗ ചികിത്സയിൽ എന്നെ സഹായിക്കാൻ ഫാത്തിമയ്ക്ക് പറ്റുമോ എന്ന് ചോദിക്കാനാ. അല്ല ഡോക്ടറെ ചികിത്സയിൽ സഹായിക്കാനോ ഇവളോ? അതിന് ഇവൾക്ക് അതിനത്ര പഠിപ്പൊന്നുമില്ല. ഏ? എനിക്ക് പഠിപ്പില്ലാന്ന് ആരാ പറഞ്ഞി? ഞാൻ 4ാം ക്ലാസ്സിൽ 4 വട്ടം പഠിച്ചിക്കണേ. നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത ഒരു പ്രശ്നമേ അല്ല. ചിരിപ്പിക്കാനുള്ള നിങ്ങളുടെ കഴിവ് അതാണ് എനിക്ക് വേണ്ടത്. എന്റെ ഹോസ്പിറ്റലിലുള്ളവരെ നിങ്ങൾ ചിരിപ്പിക്കണം. അല്ല ഡോക്ടർ ചിരി ചികിത്സ നടത്തുന്നുണ്ടോ? ചിരി ഒരു മരുന്നാണ്. അത് മനസ്സിനെ ശാന്തമാക്കുന്ന എൻഡോസിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കും. ദുഃഖമുണ്ടാക്കുന്ന കോർട്ടിസോൺ ഹോർമോൺ കുറയ്ക്കും. നമ്മൾ എങ്ങനെയാ ഡോക്ടറെ സഹായിക്കാം? ആഴ്ചയിൽ 2 ദിവസം എന്റെ പേഷ്യന്റിനായി ഒരു ചിരിയോഗ ക്ലാസ് നടത്താൻ ഉദ്ദേശിച്ചു. അവരെ ചിരിപ്പിക്കാൻ ഫാത്തിമ വരണം. അതിന്റെ പ്രതിഫലം എത്രയാണെന്ന് വെച്ചാൽ ഞാൻ തരാം. ചെറി മറന്നുപോയോലെ ചെറുപ്പിക്കാൻ നമ്മ പൈസയൊന്നും വേണ്ടല്ലേ? വളരെ സന്തോഷമുണ്ട് മിസ്സിസ് ഫാത്തിമ. അപ്പോ മിസ്റ്റർ മൂസ ഞാൻ ഇറങ്ങട്ടെ. ഓ ശരി. അല്ല പത്തോ, അങ്ങനെ MBBS പഠിക്കാത്ത ഈ ഡോക്ടറായോ? ചെറി മരുന്ന് കൊടുക്കുന്ന ഡോക്ടറായനെ നമ്മക്ക് മാത്രമൊന്നല്ല എല്ലാവർക്കും പറ്റൂ. മറ്റുള്ളവരെ ചുണ്ടിലെ ചെറി കാണാനുള്ള നല്ല മനസ്സുണ്ടായാ മതി. എന്നാ ചെറുക്കിങ്ങണി നല്ലോണം ചെറുക്കി, ചുണ്ടൻ വെള്ളം പോലെ ചെറുക്കി. ഈ കൂഞ്ഞാണി ചെറിയല്ല, നല്ലോണം തുറന്ന് ചെറുക്കി. ആ പോരട്ടെ പോരട്ടെ.